ബെരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന വേർഡ് ഓഫ് ട്രൂത്ത് പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ ഇടയ്ക്കിടെ ചോദ്യോത്തരങ്ങളിലൂടെയുള്ള വേദവചന പഠനം നടത്താറുണ്ട്. കഴിഞ്ഞ ആഴ്ചയും നമ്മൾ അങ്ങനെയാണ് ചെയ്തത്. ഈ ആഴ്ചയും ചോദ്യോത്തരങ്ങളിലൂടെയാണ് നമ്മൾ വേദവചനം പഠിക്കുന്നത്. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് തൊടുപുഴയിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ജിജോ ബ്രദറാണ്. ജിജോ ബ്രദറിനെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഒരു പ്രധാനപ്പെട്ടൊരു ചോദ്യം ക്രിസ്ത്യഗോളത്തിൽ ഇപ്പോൾ പ്രശ്നമായിട്ട് കാണുന്ന ഒരു മേഖലയാണ് ഈ പോരാട്ടം എന്ന് പറയുന്നത്. അപ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പാരമ്പര്യ ശാപങ്ങൾ, പോരാട്ടങ്ങൾ, ഭൂതത്തിൻ്റെ നിരന്തരമായ ഉപദ്രവങ്ങൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ആ ചോദ്യത്തോടൊപ്പം തന്നെ എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാര ലോകത്തിൻ്റെ ദുഷ്ടാത്മസേനകളോടും അത്രേ എന്നുള്ള വാക്യവും അവിടെ കിടപ്പുണ്ട്. അപ്പോൾ എന്താണ് ഇതിനെക്കുറിച്ച് ബ്രദറിന് പറയാനുള്ളത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോരാട്ടം എല്ലാ വിശ്വാസിക്കും ഉള്ളതാണ്. പോരാട്ടം പ്രധാനമായും പാപത്തോടാണ്, ഈ ലോകത്തിൻ്റെ വ്യവസ്ഥയോടാണ് പോരാട്ടം. ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് പെൻഡക്കോസ്റ്റൽ കരിസ്മാറ്റിക് വിഭാഗങ്ങളിൽ ഭൂതബാധ അല്ലെങ്കിൽ ദുരാത്മാബാധ എന്ന് പറയുന്ന ഒരു വിഷയം കാര്യമായിട്ട് പരിഗണിക്കാറുണ്ട്. ദുരാത്മബാധിതരായ ആളുകളെ വേദപുസ്തകത്തിൽ നമുക്ക് കാണാം. അപ്പോൾ പലപ്പോഴും ആളുകൾ ദുരാത്മാവ് ബാധിക്കാറുമുണ്ട്. ദുരാത്മാവ് ബാധിച്ചവരുണ്ട്, മാനസിക രോഗമുള്ളവരുണ്ട്. പലപ്പോഴും ഇത് വേർതിരിച്ചറിയാനും പലപ്പോഴും നമ്മൾ പ്രയാസപ്പെടാറുണ്ട്. പാരമ്പര്യ ശാപങ്ങളെന്ന് പറയുന്നത് പഴയ നിയമത്തിൽ വളരെ വ്യക്തമായിട്ട് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. കൽപ്പനകൾ കൊടുക്കുമ്പോൾ തന്നെ നിങ്ങളുടെ പിതാക്കന്മാർ ചെയ്യുന്നതിൻ്റെ തലമുറകൾ 4 തലമുറകൾ വരെ ചോദിക്കുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പലതരത്തിലും വേദപുസ്തകത്തിൽ കാണുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ വ്യത്യസ്തമായിട്ട്, ഇപ്പോൾ പാരമ്പര്യ ശാപങ്ങളെക്കുറിച്ച് വചനം പറയുന്നത് എന്താണ്, പോരാട്ടത്തെക്കുറിച്ച് വചനം പറയുന്നത് എന്താണ്, ഭൂതബാധയെക്കുറിച്ച് വചനം പറയുന്നത് എന്താണ്, ഇതെല്ലാം നമ്മൾ വ്യത്യസ്തമായി തന്നെ പരിഗണിക്കേണ്ടത് ആവശ്യമാണ്. ക്രിസ്തുവിലുള്ളവർക്ക്, രക്ഷിക്കപ്പെട്ടവർക്ക് പിന്നീട് പാരമ്പര്യ ശാപങ്ങളൊന്നുമില്ല എന്ന് അങ്ങനെ മിണ്ടിപ്പോകരുതെന്ന് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. അത് യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 31-ാം അധ്യായത്തിലാണ്. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 31-ാം അധ്യായത്തിലെ ചില വാക്യങ്ങൾ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വായിക്കാം. 31:28 മുതൽ ഞാൻ വായിക്കുകയാണ്. അന്ന് ഞാൻ പറിക്കുവാനും പൊളിക്കുവാനും ഇടിക്കുവാനും നശിപ്പിക്കുവാനും കഷ്ടപ്പെടുത്തുവാനും അവരുടെ മേൽ ജാഗരിച്ചിരുന്നത് പോലെ പണിയുവാനും നടുവാനും അവരുടെ മേൽ ജാഗരിച്ചിരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഇത് പുതിയ നിയമത്തെക്കുറിച്ചുള്ളൊരു പ്രൊഫസിയാണ്. അപ്പന്മാർ പച്ച മുന്തിരിങ്ങ തിന്നു, മക്കളുടെ പല്ല് പുളിച്ചു എന്ന് അവർ അന്നാളിൽ ഇനി പറയുകയില്ല. ഇപ്പോൾ ഒരു പ്രൊഫസി പറയാണ്, പുതിയൊരു നിയമം വരുന്നു. ആ നാളിൽ ഒരാൾ പോലും അപ്പൻ പച്ചമുന്തിരിങ്ങ തിന്നു, മകൻ്റെ പല്ല് പുളിച്ചെന്ന് പറയില്ല. ഓരോരുത്തൻ താൻ്റെ അകൃത്യം നിമിത്തം അത്രേ മരിക്കുന്നത്. പച്ച മുന്തിരിങ്ങ തിന്നവൻ്റെ പല്ലേ പുളിക്കുകയുള്ളൂ. ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇപ്പോൾ പുതിയൊരു നിയമം വരുന്നു. ആ പുതിയൊരു നിയമത്തിൽ ഒരിക്കലും പിതാവിൻ്റെ അകൃത്യം പുത്രൻ്റെ മേൽ കണക്കിട്ടു എന്ന് ആരും പറയുകയില്ല. ഓരോരുത്തരുടെ അകൃത്യത്തിന് അയാൾ തന്നെയാണ് ഉത്തരവാദി എന്ന രീതിയിലാണ് ഈ പുതിയ നിയമം സ്ഥാപിക്കപ്പെടുന്നത്. അവിടെ പറയുന്നത് ഇത് പഴയ നിയമം പോലെ അല്ല എന്ന് എടുത്തു പറയുന്നുണ്ട്. ഞാൻ അവരുടെ പിതാക്കന്മാരുടെ കൈക്ക് പിടിച്ച് മിസ്രയീം ദേശത്ത് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല. ആ നിയമത്തിനകത്ത് ഇതെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ ഈ പുതിയ നിയമം വരുമ്പോൾ ഒരു കാരണവശാലും അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്നു മക്കളുടെ പല്ല് പുളിച്ചു എന്നൊരു ചൊല്ല് ഈ പുതിയ നിയമ ഉടമ്പടിക്കകത്തുള്ളവർ പറയാൻ പാടില്ല എന്ന് കർത്താവ് പറയുന്നതിൻ്റെ അർത്ഥം, നമ്മൾ എപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു ആ നിമിഷം നമ്മുടെ മേലുള്ള സകല ആദാമ്യ പാരമ്പര്യം വരെ തീർന്നു. ആദാം ചെയ്ത പാപത്തിൻ്റെ എഫക്റ്റ് വരെ യേശു കർത്താവിൻ്റെ വിശ്വാസത്താൽ, കർത്താവിലുള്ള വിശ്വാസത്താൽ ഈ യാഗത്താൽ അവസാനിച്ചു. അപ്പോൾ ഇതിനിടയിൽ കിടക്കുന്ന യാതൊരുവിധ പാരമ്പര്യങ്ങളും നമ്മളെ ബാധിക്കില്ല. അതേസമയത്ത് ചില കോൺസിക്വൻസസ്, ഇപ്പം അതിന് ശാപം എന്ന് പറയാൻ പറ്റില്ല, അതിനെ ശരിക്കും പറയാവുന്ന ശരിക്കും ഒരു ആക്ഷൻ, അതിൻ്റെ റിയാക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസ്, അതിന് നമ്മളൊരിക്കലും ശാപം എന്ന് പറയാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ, അപ്പൻ കള്ളുകുടിച്ചെല്ലാം നശിപ്പിച്ചു, മകൻ്റെ കയ്യിൽ പൈസയില്ല, അതൊരു കോൺസിക്വൻസാണ്. ഓക്കെ, അത് ശാപം എന്ന് പറയുന്നപ്പോഴാണ് ഈ മകൻ എന്ത് അധ്വാനിച്ചിട്ടൊന്നും കിട്ടുന്നില്ല, ഇത് അപ്പൻ്റെ ശാപമാണ് എന്ന് പറയുന്ന ശാപം എന്ന് പറയുന്നൊരു അന്ധവിശ്വാസം കൂടിയാണ്. അതായത് ഇന്നത്തെ കാലത്ത്, കാരണം അത് അന്ധവിശ്വാസം ഞാൻ പറയാൻ കാരണം നമ്മൾ കാണാതെ, ഇപ്പോൾ ഏത് കാര്യത്തിനും കോസ് ആൻഡ് എഫക്റ്റ് ഉണ്ട്. ഇപ്പോൾ ഒരു കാര്യം എങ്ങനെ നടന്നു, എന്തുകൊണ്ടാണ് അയാൾ ബിസിനസ് ചെയ്ത് ശരിയാകാത്തത്, അതിൻ്റെ കോസ് എന്താണ്, കോസ് നോക്കുമ്പോഴാണ് നമുക്കൊരു തെളിവില്ലാത്തൊരു കാര്യം എടുത്തുകൊണ്ട് വന്നിട്ട് ഇതുകൊണ്ടാണ് അത് എന്ന് വിശദീകരിക്കുന്നതാണ് ഈ പാരമ്പര്യ ശാപം കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്നുള്ള വ്യാഖ്യാനമാണത്. എന്നാൽ കോൺസിക്വൻസ് അങ്ങനെയല്ല. ഒരാൾ
സ്ഥലം വിറ്റു, തിന്നു, കുടിച്ച്, മോണിച്ച് മക്കൾക്കൊന്നുമില്ല. അതൊരു കോൺസിക്വൻസ്. നമുക്ക് കോസ് ആൻഡ് എഫക്റ്റ് അവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ പാരമ്പര്യ ശാപം എന്ന് പറയുന്നത് കോസ് ആൻഡ് എഫക്റ്റ് കാണാൻ പറ്റുന്നില്ല. അതേസമയത്ത് ഇന്ന കാരണം കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് നമ്മൾ അന്ധമായി, അതായത് തെളിവുകളില്ലാതെ അന്ധമായി പറയുന്നതാണ് പാരമ്പര്യ ശാപം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പുതിയ നിയമത്തിൽ ഈ പാരമ്പര്യ ശാപം കണക്കൂട്ടപ്പെടുന്നില്ല എന്ന് വേദപുസ്തകം പറയുന്നു. ഇപ്പോൾ ക്രിസ്തുവിൽ വന്ന ഒരാൾ ഞാൻ വീണ്ടും ശാപഗ്രസ്തനെന്ന് വിശ്വസിച്ചാൽ അതിനർത്ഥം അവൻ ക്രിസ്തുവിൻ്റെ മരണം കൊണ്ട് അവന് പ്രയോജനമില്ലാതായി, അല്ലെങ്കിൽ അവൻ അതിൻ്റെ പൂർണ്ണ ഫലം അനുഭവിക്കുന്നില്ല എന്നാണ് എൻ്റെ അർത്ഥം. അത് ശരിക്കും യേശു കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തതിനെ നിഷേധിക്കുന്നതിന് തുല്യം. അല്ല, ഇത്തരം ശാപങ്ങൾ ഉണ്ട്, അല്ലെങ്കിൽ ആ തകർക്കപ്പെടാത്ത ശാപങ്ങൾ നിലവിലുണ്ട് എന്ന് പറയത്തക്ക വണ്ണം ഉള്ള നമ്മുടെ ഈ മാർക്കറ്റിൽ അത്തരത്തിലുള്ള പുസ്തകങ്ങൾ, വിദേശ വനിതയടക്കം എഴുതിയ പുസ്തകങ്ങളുണ്ട്. അതുപോലെ തന്നെ കേരളത്തിന് പുറത്തും അല്ലെങ്കിൽ കേരളത്തിനകത്തും അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് വന്ന ആൾക്കാർ ഒത്തിരി ശാപവും അനുഗ്രഹവും അങ്ങനെ തരത്തിലുള്ള പുസ്തകങ്ങളാൽ പിടിക്കപ്പെടുന്ന അനേക വിശ്വാസങ്ങളുണ്ട്. കാരണം വെച്ചാൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ജീവിതത്തിൽ ഒരു ബ്രേക്ക് ത്രൂ ഇല്ലാതെ, വിടുതലില്ലാതെ, ഇങ്ങനെ ഒരു വളരെ ബുദ്ധിമുട്ടുള്ള പ്രയാസമേറിയ സമയത്തായിരിക്കും ഇത്തരത്തിലുള്ള ഒരു പുസ്തകത്താൽ പിടിക്കപ്പെടുന്നത്. ആ പുസ്തകം വായിക്കുമ്പോൾ ശരിയാണല്ലോ, എൻ്റെ ജീവിതത്തിൽ ഇന്നതുണ്ടല്ലോ, എൻ്റെ ജീവിതത്തിൽ ഇന്നതുണ്ടല്ലോ, എൻ്റെ ജീവിതത്തിൽ ഇന്നതല്ലോ. പിന്നെ കാണുന്നത് എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്രൈസ്റ്റ് സെൻട്രിക് അല്ലാതെ ഒരു പ്രോബ്ലം സെൻട്രിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ എപ്പോഴും പ്രശ്നമാണ്, ഈ പ്രശ്നത്തിൽ ഒരു വിടുതലെടുക്കുക എന്നുള്ള ലെവലിലേക്ക് ആളുകൾ ഇങ്ങനെ ഒരു ബന്ധിക്കപ്പെട്ടു പോകുന്നൊരു സാഹചര്യം നമ്മുടെ ഈ സഭാലോകത്ത് ഇന്ന് ഉണ്ടെന്നുള്ളതാണ് എൻ്റെ മനസ്സിലാക്കുക. അതിനെക്കുറിച്ച് നമ്മൾ എങ്ങനെയാണ് ഇത് മനസ്സിലാക്കുന്നത്? ഇത്തരത്തിലുള്ള ഈ ദുരുപദേശങ്ങളെ നമുക്കെങ്ങനെ തിരിച്ചറിയാൻ പറ്റുമെന്നുള്ളതാണ്. ശരിക്കും മതം വികലമാകുന്നത് ജീവിക്കാനുള്ള ഷോർട്ട് കട്ട് അന്വേഷിക്കുമ്പോഴാണ്. ഇപ്പോൾ ഒരാൾ വിശ്വസിക്കുകയാണ് പുള്ളി ചെയ്യുന്ന മുഴുവൻ മണ്ടത്തരങ്ങളായിരിക്കും, ബിസിനസ് തോറ്റുപോയി, പക്ഷെ അവൻ്റെ മേലിൽ നിന്ന് ആ ബ്ലെയിം എടുത്ത് മാറ്റിയിട്ട് അത് അപ്പൻ്റെ തലയിലോട്ട് അല്ലെ വല്യപ്പൻ്റെ തലയിലോട്ട് വയ്ക്കുകയാണ് പാരമ്പര്യം. അപ്പോൾ അവൻ്റെ വിവരക്കേട് കൊണ്ടോ അല്ലെങ്കിൽ ബുദ്ധിയില്ലായ്മ കൊണ്ടോ സ്കില്ലില്ലായ്മ കൊണ്ടോ സംഭവിച്ചതല്ല. ഇതേതെങ്കിലും ഒരു പാസ്റ്റർ ഒന്ന് ശാസിച്ചാൽ ഇതെല്ലാം ശരിയാവും എന്ന് വിശ്വസിക്കുന്നത് ശരിക്കും ഒരു ഒളിച്ചോട്ടമാണ്. അതായത് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ നേരിടാതെ ഒരു ഒളിച്ചോട്ടമായിട്ട് വേണമെങ്കിൽ നമുക്കതിനെ വ്യാഖ്യാനിക്കാം. കർത്താവ് ക്രൂശിൽ ഇതൊന്നും തികച്ചില്ലെന്നും ഇനി ഈ പാസ്റ്റർ വന്നിട്ട് വേണം അതഴിക്കാൻ, ശാപം അഴിക്കാൻ എന്ന് പറയേണ്ടി വരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പാസ്റ്ററാണ് അവരുടെ പ്രാണൻ. കാരണം അത് തികച്ചും വേദപുസ്തകത്തിന് വിരുദ്ധമായൊരു കാര്യമാണ്. ഒരു വിശ്വാസി ഇപ്പോഴും ബന്ധനത്തിലാണെങ്കിൽ അയാൾ ശരിക്കും വീണ്ടും ജനിച്ചിട്ടില്ല. വീണ്ടും ജനിച്ചാൽ ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ആളാണ്. അപ്പം അനേകം ആൾക്കാർ ഇങ്ങനെ എക്സ്പീരിയൻസ് വെച്ച് നോക്കി അയാൾ ഇങ്ങനെ ആയിരുന്നു, അയാളുടെ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ എക്സ്പീരിയൻസ് ഒരിക്കലും ഉപദേശമല്ല. എക്സ്പീരിയൻസ് വെച്ചൊരു ഉപദേശം ഉണ്ടാക്കാൻ പറ്റില്ല. ഉപദേശത്തോട് വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്താണ് ഉപദേശം? നിങ്ങളിനി മേലാൽ അപ്പൻ പച്ചമുന്തിരിങ്ങ നിന്നും മക്കളുടെ പല്ല് പുളിച്ചു എന്ന് പറയരുത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഈ വിശ്വാസികളിടയിൽ വളരെയധികം അന്ധവിശ്വാസികളുണ്ട്. നേരത്തെ ചോദിച്ചപ്പോൾ മറ്റ് പോരാട്ടങ്ങളെക്കുറിച്ചും സാത്താന്യ ഉപദ്രവങ്ങളെക്കുറിച്ചും ദേശാധിപത്യ ശക്തി ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചിരുന്നത്. അയൽവക്കക്കാർ കൂടോത്രം ചെയ്തു. ബൈബിളിൽ നമ്മൾ പുതിയ നിയമത്തിൽ ഒരിടത്തും ആരും കൂടോത്രം ചെയ്ത് ഒരു വിശ്വാസി ശല്യപ്പെടുത്തും നമ്മൾ വായിക്കുന്നില്ല. അങ്ങനെ ഇഷ്യൂ ഇല്ല. ചെറുപ്പകാലത്ത് ഞാനും കേട്ടിട്ടുണ്ട്, അവിടെ ഹിന്ദുക്കൾ ഇത് പറയുന്ന കേട്ടിട്ടുണ്ട്, ഹിന്ദു വിശ്വാസത്തെപ്പെടുത്തും. പക്ഷേ ക്രിസ്ത്യാനികൾക്ക് ഇങ്ങനെയുള്ളതൊന്നും വിശ്വാസമൊന്നും ഇല്ലയെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ പെന്തക്കോസ്തിൽ വന്ന ശേഷമാണ് ഇങ്ങനെയുള്ള അനേകം അന്ധവിശ്വാസങ്ങൾ, ഈവൻ സമയം നോക്കുന്ന പോലും, അതായത് നല്ല സമയമല്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ആൾക്കാർ ചുമ്മാ കാഷ്വലായിട്ട് പറഞ്ഞു വന്നു. അപ്പോൾ അയൽവക്കക്കാർ കൂടോത്രം ചെയ്തു, അതുകൊണ്ടാണ് നിനക്ക് ഗതി വരാത്തത്. ഇത് പാസ്റ്റർമാരുടെ സ്ഥിരം പരിപാടിയാണ്, പ്രവാചകന്മാരുടെ. ഞങ്ങളൊരു ചർച്ചിലൊരു സഹോദരി, ഒരു ഹൈന്ദവ മാർഗത്തിൽ നിന്നുള്ള സഹോദരി, അവർക്ക് ക്രിസ്തുവിനോട് ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ എവിടെയെങ്കിലും പ്രാർത്ഥന കേട്ടാൽ ഇവർ പോയി വിൻഡോ ഒക്കെ തുറന്നിട്ട് കേൾക്കും, ഇവരുടെ വീട്ടിൽ നിന്ന് കേൾക്കാമെങ്കിൽ. അല്ലെങ്കിൽ എവിടെയെങ്കിലും പ്രാർത്ഥനയുടെ ഒരു ദൂരെ പോയിരുന്ന് കേൾക്കും. ഇങ്ങനെയാണ്. അപ്പോൾ അയൽവക്കത്തിൽ പെന്തക്കോസ്ത് വിഭാഗമുള്ള ആൾക്കാരാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവർ എപ്പോഴും പ്രാർത്ഥിക്കും. വൈകിട്ട് പ്രാർത്ഥിക്കാൻ നേരത്ത് ഇവരുടെ അടുത്തുള്ള വീടിൻ്റെ വിൻഡോ തുറന്നിട്ടിട്ട് ഇവരുടെ പ്രാർത്ഥന കേൾക്കും, കൂടെ പ്രാർത്ഥിക്കാൻ വേണ്ടി. ഒരു ദിവസം ഒരു വിൻഡോ തുറന്നിട്ട് ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരുന്നപ്പം ഈ അടുത്തുള്ള പെന്തക്കോസ്തുകാർ പ്രാർത്ഥിക്കുന്നുണ്ടെന്നറിയാം. ഞങ്ങളുടെ അടുത്ത് താമസിക്കുന്ന ഇവർ ചെയ്യുന്ന ആഭിചാരത്തിൽ നിന്നും കൂടോത്രത്തിൻ്റെ എഫക്റ്റിനെ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കണമെന്നാണ് കേൾക്കുന്നത്. ഇവർ വിൻഡോ തുറക്കുമ്പോൾ അവർ വിശ്വസിക്കുന്നത് അവർക്കിട്ടെന്തോ പണിയുകയാണ്, എന്തോ കൂടോത്രം ഇവർ ചെയ്തിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ആ സഹോദരി എന്നോട് പറഞ്ഞത്
ഹൃദയം തകർന്നു പോയത് കേട്ടപ്പോൾ. ഏതോ പ്രവാചകൻ പറഞ്ഞു പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു മായാ ലോകത്തിലാണ് ആളുകൾ ജീവിക്കുന്നത്. എൻ്റെ മണ്ടത്തരങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഫെയിലിയറുകൾ, അല്ലെങ്കിൽ ലക്ക് എന്ന് പറയുന്നൊരു ഫാക്ടർ നമ്മൾ പറയുമല്ലോ ലോകപരമായിട്ട് ചിന്തിച്ചാൽ. അപ്പോൾ അങ്ങനെ പല കാരണങ്ങളും, ഇപ്പോൾ ബിസിനസ് നടന്ന് എല്ലാവരും ജയിക്കണമെന്നില്ല. അപ്പോൾ അതിൻ്റെ എല്ലാം കാരണം എൻ്റെ അയൽവക്കത്ത് കിടക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞു വിശ്വസിപ്പിക്കുക. അപ്പോൾ എനിക്ക് എൻ്റെ ബ്ലെയിം എടുത്ത് മാറ്റാം. അപ്പം എൻ്റെ കഴിവുകേടിനെ മറയ്ക്കാം, എൻ്റെ സ്കില്ലില്ലായ്മയെ മറയ്ക്കാം, എൻ്റെ മണ്ടത്തരങ്ങളെ മറയ്ക്കാം. എന്നിട്ടത് അതിൻ്റെ കുറ്റം മുഴുവൻ ഞാൻ അയൽവക്കത്തെ അയാൾക്ക് കൂടോത്രം എന്താണെന്ന് പോലും അറിയില്ലായിരിക്കാം. അങ്ങനെ ഒത്തിരി കേട്ടിട്ടുണ്ട്. അമ്മായിമ്മ കൂടോത്രം ചെയ്തതാണ്, അമ്മായിമ്മയ്ക്ക് കൂടോത്രം എന്താണെന്ന് പോലും അറിയാൻ മേലെ. അമ്മായിമ്മയും മരുമകളും മാനസാന്തരപ്പെട്ടതല്ല, പക്ഷെ കൂടോത്രം ചെയ്യാനൊന്നും അവർക്കറിയില്ല. ഇതിങ്ങനെയാണ് ഈ പ്രവാചകന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 21-ാം നൂറ്റാണ്ടിൽ ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളിലേക്ക്, ഈ കോസ് ആൻഡ് എഫക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത അന്ധവിശ്വാസങ്ങളിലേക്ക് ആളുകളെ നയിക്കുന്ന ഒരു പറ്റം ശുശ്രൂഷകർ. എനിക്ക് തോന്നുന്നു അവരിങ്ങനെ അവരുടെ ട്രാൻസ് എക്സ്പീരിയൻസ് ഇങ്ങനെ പലതും കാണുമായിരിക്കും. പല ആൾക്കാർക്കും അതൊരു ലഘു മനോരോഗമാണ്. ഈ ട്രാൻസ് എക്സ്പീരിയൻസ് വരുമ്പോൾ കാണുമായിരിക്കും പാമ്പ് കയറി വരുന്നതും തേൾ കയറി വരുന്നതും, ഇതൊക്കെ കാണുന്ന ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ വേദപുസ്തകമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യം. ഇങ്ങനെയുള്ള അവർ കൂടോത്രം ചെയ്തു, ഇവർ കൂടോത്രം ചെയ്തു. പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തുവിലുള്ളവൻ ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല, ഒന്നിനെയും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം രാജാവായ കർത്താവ് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ പിന്നെ അയൽവക്കക്കാരെന്ത് ചെയ്ത്, ആ അയൽവക്കക്കാർ കൂടോത്രം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നതിന് പകരം നിങ്ങൾ അവരെ വിളിച്ചൊരു ചായ ഇട്ട് കൊടുക്കുക. സ്നേഹമായിട്ട് കർത്താവിൻ്റെ സ്നേഹം അങ്ങോട്ട് ചെല്ലട്ടെ. ജാതി മതം നോക്കാതെ അടുത്ത് താമസിക്കുന്ന ആരായാലും, വേറൊരു ജാതിയിൽപ്പെട്ട ആൾക്കാരെല്ലാം നിങ്ങൾക്കെതിരെ കൂടോത്രം ചെയ്യുകയല്ല. അങ്ങനെ ഏതെങ്കിലും ഒരു ഉപദേശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. അവരെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. അതുപോലെ വേറൊരു കാര്യം പറഞ്ഞത് ദേശാധിപശക്തിയുടെ വിഷയമാണ്. നമ്മൾ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, പാഴ്സിരായത്തിൻ്റെ പ്രഭു ദാനിയേൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ഉത്തരം കിട്ടുന്നതിന് തടസ്സമായിട്ട്, ദൂതന് തടസ്സമായിട്ട് നിന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദേശാധിപശക്തി എന്ന് പറയുന്നത് ഇന്ത്യക്കൊരു ദേശാധിപശക്തി ഡൽഹിയിലിരിക്കുന്നു. നിങ്ങൾ വിചാരിക്കരുത് നമ്മുടെ പ്രധാനമന്ത്രിയൊന്നുമല്ല, അത് കാണാത്ത ശക്തിയായി പറയുന്നത്. ആകാശത്തിലെ ശക്തി ഡൽഹിയിലിരിക്കുന്നു, കേരളത്തിലെ ശക്തി തിരുവനന്തപുരത്തോ കൊച്ചിയിലൊക്കെ ഇരിക്കുന്നു. ഇങ്ങനെ പല പല ദേശാധിപ ശക്തികൾ പാഴ്സിരായത്തിൻ്റെ പ്രഭു പോലെ ഉണ്ട് എന്ന്, ഒരു സൈറ്റാനിക് ഹൈറാർക്കി ഈ ലോകത്തുണ്ട് എന്ന് ഈ പറയുന്ന പ്രവാചകന്മാരും ഒക്കെ ബൈബിള് കൂടാതെ തന്നെ സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട്. അവർക്ക് അതിനുവേണ്ടി ബൈബിളിലൊരു വാക്യം പോലും ആവശ്യമില്ല. ഈ പാഴ്സിരായത്തിൻ്റെ പ്രഭു ഒക്കെ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിന് മുൻപാണ്. ഇന്ന് നമ്മുടെ പ്രാർത്ഥന തടസ്സപ്പെടുത്താൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. കാരണം കർത്താവിൻ്റെ മുമ്പിലാണ് നമ്മൾ പോയി നിൽക്കുന്നത്. കർത്താവിൻ്റെ ഹൃദയത്തിനകത്ത്, ആ കർത്താവിൻ്റെ ഹൃദയത്തിനകത്തുള്ള കർത്താവിൻ്റെ ആത്മാവിൽ ഞാൻ പ്രാർത്ഥിക്കുന്നത്, ദൈവം എനിക്ക് കേൾക്കുന്നത്, ഇതെല്ലാം സാത്താൻ ആക്സസിബിളായ ഒരു സ്ഥലത്തല്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനൊരു പോരാട്ടം. ഇപ്പോൾ പ്രത്യേകിച്ച് ഇന്ന് പിള്ളേർക്കെല്ലാം വിദേശത്തോട്ട് പോകാനാണ് ആഗ്രഹം. വിദേശത്തോട്ട് പോകാനുള്ള വിസയുടെ തടസ്സമായിട്ട് പോരാടുന്നു ആരാ? ദേശാധിപ ശക്തി പോരാടുന്നു, അല്ലെങ്കിൽ ആകാശത്തിൻ്റെ ഏതോ ശക്തി പോരാടും. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പം ഈ പോകാനുള്ള വിസയുടെ താമസത്തെ എല്ലാം ആരുടെ തരലോട്ട് വയ്ക്കുന്നത്? ഈ സാത്താൻ്റെ തരലേക്കാണ് വയ്ക്കുക, ദേശാധിപ ശക്തിയുടെ തരലോട്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എങ്ങനെയാണ്, കർത്താവിന് നിങ്ങളെ വിടണമെന്ന് ആഗ്രഹമുണ്ട്, നിങ്ങൾക്കും പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ സാത്താൻ അനുവദിക്കാത്തതുകൊണ്ട് കർത്താവിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കർത്താവ് നിസ്സഹായൻ. അതുകൊണ്ട് നിങ്ങളെ ശാസിച്ച് റെഡിയാക്കി കർത്താവിന് പ്രവർത്തിക്കാൻ ഒരു ഫീൽഡ് ഉണ്ടാക്കി കൊടുക്കണം. ഇപ്പോൾ കർത്താവ് പ്രവർത്തിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പാസ്റ്റേഴ്സ്, ശുശ്രൂഷകർ എല്ലാം യേശുക്രിസ്തുവിനെ ബലഹീനനാക്കുകയും ദൈവത്തിൻ്റെ അധികാരത്തെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ശക്തിയില്ലാതെ ദൈവത്തിൻ്റെ ശക്തിക്ക് പകരം ആ ശക്തി ദൈവത്തിൽ നിന്ന് എടുത്തിട്ട് അവർ സാത്താന് കൊടുത്തിരിക്കുന്നു. ബലവും ബഹുമാനവും സ്തുതിയും സ്വീകരിപ്പാൻ ബലവും ശക്തിയും ആരാധനയാണ്. നമ്മൾ ആസ്ക്രൈബ് ചെയ്യുന്നത്, മജസ്റ്റിക് വർഷിപ്പ് ചെയ്യുന്നത് കർത്താവെ സ്തോത്രവും സ്തുതിയും എന്ന് മാത്രമല്ല, ബലവും ശക്തിയും മഹത്വവും നിൻ്റേതാണ്. അത് ആരാധനയുടെ ഭാഗം. അപ്പോൾ സാത്താന് ഭയങ്കര ശക്തിയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ആർക്ക് ശക്തി കൊടുത്തു? അപ്പോൾ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ദൈവം വിചാരിച്ചിട്ട് നടക്കുന്നില്ല, സാത്താൻ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ദൈവത്തെക്കാളും ഉയരത്തിൽ സാത്താനെ വയ്ക്കുന്നതിന് തുല്യമാണ്. ദൈവം വിചാരിച്ചിട്ട് കാര്യം നടക്കാത്ത അവസ്ഥ വരിക എന്ന് പറയുന്നത്. അപ്പോൾ ആൾക്കാർ പറയും നമ്മുടെ കുറവ് കൊണ്ടാണ്. നമ്മുടെ കുറവെന്നല്ല, ലോകത്തിൽ എന്ത് കുറവുണ്ടായാലും ദൈവം ഒരു കാര്യം തീരുമാനിച്ചാൽ നടപ്പാക്കാൻ കഴിയുന്നവനായതുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ ദൈവമെന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള
ദേശാധിപ ശക്തികളുടെ വിശ്വാസം, അങ്ങോട്ട് പോയാൽ പോരാട്ടം, മറ്റ് ദേവാലയങ്ങളുടെ ചുറ്റും പോയി കഴിഞ്ഞാൽ അവിടെ പോരാട്ടം, അവരുടെ സങ്കല്പങ്ങളെല്ലാം നമ്മൾ സാത്താനായിട്ട് കണ്ടിട്ട് വർഷിപ്പ് ചെയ്യുമ്പോഴാണല്ലോ പ്രോബ്ലം. നിങ്ങൾ വർഷിപ്പ് ചെയ്യണ്ട, പക്ഷേ ഇതിനെല്ലാം ഈ ഒരു രീതിയിൽ ശാസിക്കുകയും പുറകെ നടക്കുകയും പോരാട്ടം എന്ന് പറയുകയൊക്കെ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേദപുസ്തകമായിട്ട് യാതൊരു ബന്ധമുള്ള കാര്യമല്ല. പൗലോസ് മറ്റ് ക്ഷേത്രങ്ങളിൽ ചെന്നപ്പോൾ അവിടെയുള്ള പ്രതിഷ്ഠകളെടുത്ത് അവർ സാത്താനെന്നൊന്നും അല്ല പറഞ്ഞത്, അവരിൽ അജ്ഞാത ദേവൻ എന്ന് എഴുതിയിരിക്കുന്നത് അജ്ഞാത ദേവൻ ആരാണ് എന്ന് യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചിട്ട് പോരുകയോ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള അനേകം അന്ധവിശ്വാസങ്ങൾ മനുഷ്യരെ പിടിച്ചു വച്ചിരിക്കുന്നു. ഈ അന്ധവിശ്വാസങ്ങൾ കാരണം ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് ഇവർക്ക് വരാൻ പറ്റാതെ എപ്പോഴും ഈ പ്രവാചകനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അതായത് ഇന്നത്തെ പോരാട്ടം കഴിഞ്ഞാൽ അടുത്ത ദിവസം പോരാട്ടം പിന്നെയും വരും, ഇത് മാറുന്നില്ലല്ലോ. അപ്പോൾ എപ്പോഴും ഈ പാസ്റ്റർ വേണം. ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു മീറ്റിങ്ങിൽ സംബന്ധിച്ചപ്പം അവിടെ ഒരു ശുശ്രൂഷകൻ പറഞ്ഞു, ഞങ്ങൾ ജമ്മു കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഞങ്ങൾ ഈ ദേശാധിപ ശക്തികളെ ബന്ധിച്ചിട്ട് വരുവാണ്. അതുകൊണ്ട് ഇനി പ്രാർത്ഥിക്കുമ്പോൾ ദേശാധിപ ശക്തികളെല്ലാം ഇവിടെ നിന്ന് മാറി ഇനി ഈ സുവിശേഷം അതിശക്തമായി പ്രവർത്തിക്കാനായിട്ട് പറ്റും. ഒരു ഭോഷത്വമാണ് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി ഇത്തരം, അതായത് അപ്പോസ്തലന്മാർ ചെയ്യാത്ത, ബൈബിളിൽ ഇല്ലാത്ത ഈ മാർഗ്ഗം എവിടെ നിന്ന് കിട്ടിയെന്നുള്ളതാണ്. അതിനെ ഈ ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അവരെ തന്നെ ഒന്ന് വലുതാക്കി അവരിലേക്ക് നോക്കാനായിട്ടുള്ള, അവരെ ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടി, അതിപ്പോൾ ബന്ധനത്തിൽ നിന്ന് വിടുതൽ വേണോ, പൈശാചിക ശക്തിയിൽ നിന്ന് വിടുതൽ വേണോ, അല്ലെങ്കിൽ ഞങ്ങളിവിടെ ഉണ്ട്, ഞങ്ങൾ ഈ മേഖലയിൽ എക്സ്പേർട്സാണ്, ക്രിസ്തുവിനൊന്നും കഴിയത്തില്ല എന്നുള്ള ഒരു, പക്ഷേ ആളുകൾ ബലഹീനരാണ്. അപ്പോൾ അവർ പെട്ടെന്ന് ഇത്തരം, അവർക്ക് ഈ പുറമേ ഉള്ള എന്തെങ്കിലും കാര്യങ്ങൾ കണ്ട് പെട്ടെന്ന് അതിനകത്തേക്ക് ഒന്ന് ചാഞ്ചി പോകുന്ന, അല്ലെങ്കിൽ അതിലേക്ക് പെട്ടെന്ന് പിടിക്കപ്പെടുന്ന ഒരു തലത്തിലാണ് ഈ ജനങ്ങൾ പലവിധമായ പ്രശ്നങ്ങളാൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്തുനിന്ന് എങ്ങനെ പുറത്തു വരാം, ഇത്തരത്തിലുള്ള ഉപദേശകരിൽ നിന്ന്, ഇത്തരത്തിലുള്ള ഈ പാഷാണ്ട ഉപദേശങ്ങളിൽ നിന്ന് എങ്ങനെ പുറത്തു വരാമെന്നുള്ളതാണ് വളരെ ഈ സമയത്ത് എത്ര പ്രസക്തമാണ്. എപ്പോഴും വേദപുസ്തകം വായിക്കുക എന്നുള്ളതാണ് എൻ്റെ സൊല്യൂഷൻ. അതായത് ബൈബിളിൽ എങ്ങനെയാണ് വിശ്വാസത്തെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്, ഈ പറയുന്ന കാര്യങ്ങളൊന്നും വേദപുസ്തകത്തിലില്ല. അപ്പോൾ വേദപുസ്തകത്തിലുള്ളത് ആണ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ ശക്തിയെ ലിമിറ്റ് ചെയ്യുന്ന ഒരു വലിയ പരിപാടിയാണ് ഈ പല സ്ഥലങ്ങളിലും പോയിരുന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞൊരു പരിപാടി. അപ്പം ഡൽഹി പോയിരുന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഡൽഹി എന്തിനു വേണ്ടി? ഡൽഹിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഡൽഹിക്ക് പോകുന്നു. പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമേ പോകുന്നത്. അവരതിന് വഴിയിലൊരാളുടെ സുവിശേഷം പറയുമൊന്നുമില്ല, കാരണം ഒരു പ്രാർത്ഥിക്കാൻ വേണ്ടി പോയേക്കുന്നതാണ്. അപ്പം ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഡൽഹിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ. കാരണം ദൈവം സർവ്വവ്യാപിയും സർവശക്തനുമായ ദൈവത്തിന് ഡൽഹിയിലെ കാര്യം ഞാൻ അവിടെ പോയി കണ്ടു പറയാതെ തന്നെ അറിയാം. അപ്പോൾ ഇവിടെ ഇരുന്ന് പറഞ്ഞാൽ ദൈവത്തിന് അതേ രീതിയിൽ തന്നെ കേൾക്കാൻ പറ്റും. പക്ഷേ മനസ്സിലിങ്ങനെ വരികയാണ്, അവിടെ പോയിരുന്ന് ഞാൻ അതിനോട് ഐഡൻറ്റിഫൈ ചെയ്ത് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കി, ഞാൻ ശാസിക്കുന്നു, അവിടുത്തെ ശാസിക്കുന്നതിനപ്പുറം ഈ സിറ്റുവേഷനൊക്കെ മനസ്സിലാക്കി, ദൈവം ഇത്ര ഹിന്ദുക്കളോടുണ്ട്, ഇത്രയും മുസ്ലിങ്ങളോടുണ്ട്, ഇത്രയും ക്രിസ്ത്യാനികളോടുണ്ട്, ഇതെല്ലാം ദൈവത്തിന് പറഞ്ഞു കൊടുക്കണമല്ലോ. അപ്പം ഞാൻ അവിടെ ചെന്ന് ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് അവിടെ പറയണം, കർത്താവേ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെ എങ്ങനെയാണ്. അപ്പം എന്നിട്ട് കർത്താവിന് റിപ്പോർട്ട് കൊടുക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട്, എല്ലാവരും കൂടെ ഡൽഹിക്ക് വന്ന് പ്രാർത്ഥിക്കുക, എല്ലാവരും കൂടെ ഒരു ലണ്ടനിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുക, എല്ലാവരും കൂടെ ഇസ്രായേലിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുക. ശരിക്കും പറഞ്ഞാൽ ആ ശതാധിപൻ കർത്താവിനോട് പറയുന്നുണ്ട്, എൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ പോരാത്തവനാണ്. ഇപ്പോൾ പാട്ടാക്കി പാടുന്ന വേറെ അർത്ഥത്തിലാണ്. അപ്പോൾ ശതാധിപനോട് കർത്താവ് പറയുന്നത്, ഇത്രയും വലിയ വിശ്വാസം ഞാൻ ഇസ്രായേലിൽ പോലും കണ്ടിട്ടില്ല. കാരണം ആ ശതാധിപൻ അറിയാമായിരുന്നു കർത്താവിനൊരു കാര്യം ചെയ്യാൻ ഒരു പ്രത്യേക സ്ഥലത്ത് എത്തിപ്പറ്റേണ്ട കാര്യമില്ല. കാരണം ജിയോഗ്രഫിക്കലി എല്ലാറ്റിനും മേളിലും കർത്താവിന് കൺട്രോളുണ്ട്. ഇപ്പം നോർത്ത് ഇന്ത്യയിൽ എന്താ നടക്കുന്നതെന്ന് കർത്താവിനറിയാം. ഞാൻ അവിടെ പോയിരുന്ന, അവൻ്റെ കൂടെ പോയിരുന്ന കാര്യം അതെല്ലാം കണ്ടുപിടിച്ച് കർത്താവിന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ദൈവത്തിൻ്റെ എല്ലാത്തിനെയും അതിജീവിക്കാൻ, എല്ലാ സ്ഥലത്തെ സ്പേസിന് മുകളിലുള്ള ദൈവത്തിൻ്റെ അധികാരം, ടൈമിന് മുകളിലുള്ള ദൈവത്തിൻ്റെ അധികാരം, സകല സൃഷ്ടിയുടെ മേലുള്ള ദൈവത്തിൻ്റെ അധികാരം, ഈവൻ സാത്താൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ അധികാരം, ഈ അധികാരങ്ങളെല്ലാം ചോദ്യം ചെയ്യപ്പെടുകയാണ് ഈ ഉപദേശങ്ങളിലൂടെ, ശുശ്രൂഷകളിലൂടെ. ദൈവത്തിൻ്റെ സോവറിനിറ്റിയും ദൈവത്തിൻ്റെ പരമാധികാരത്തെയുമാണ് മനുഷ്യർ ശിക്ഷിക്കുന്നത്. ഇപ്പം നമുക്ക് മനസ്സിലാകണം, നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ ദൈവത്തിന് ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും കേൾക്കാം, മനസ്സിലാക്കാം. അതിന് ഞാൻ പ്രത്യേകമായി കഷ്ടപ്പെടേണ്ട കാര്യമില്ല.
ഇത്തരത്തിൽ ഈ പോരാട്ടത്തെക്കുറിച്ചും ഇങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ചും നമ്മൾ സംസാരിക്കുമ്പം തീർച്ചയായിട്ടും ഇതൊരു വലിയ ചർച്ചയാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ പറയുന്ന ആ വാക്യത്തിൻ്റെ അർത്ഥം എന്താണെന്നുള്ള കൂടി ഒന്ന് നമുക്ക് പറ്റുകയായിരുന്നെങ്കിൽ നമുക്കുള്ള പോരാട്ടം എന്താണെന്നുള്ള കാര്യം നമുക്കൊന്ന് ചിന്തിക്കാം. പോരാട്ടം ഉണ്ടെന്നുള്ള ഉറപ്പാണ്. അത് ക്രിസ്ത്യ ജീവിതം മുഴുവൻ പോരാട്ടമാണ്. ജീവിതാന്ത്യം വരെ നമ്മൾ പോരാടിക്കൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണ് ആകാശത്തിലെ സൈന്യത്തോടുള്ള പോരാട്ടം എന്ന് അവിടെ പറയുന്നത്. നമുക്ക് ഈ ആകാശത്തിലെ സൈന്യങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിൻ്റെ 12-ാം വാക്യം പറയുന്നു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. 11-ാം വാക്യം പറയുന്നത്, പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. അപ്പം ശരിക്കും നമ്മൾ എതിർക്കുന്നത് പിശാചിൻ്റെ ശക്തിയോടല്ല, പിശാചിൻ്റെ തന്ത്രങ്ങളോടാണ്. അതിൻ്റെ കാരണം പിശാചിന് ശക്തിയില്ല. നമ്മൾ വിചാരിക്കുന്നതിൽ പിശാചിന് ശക്തനല്ല, തന്ത്രശാലിയാണ്. ഇപ്പോൾ പിശാചിന് ശക്തിയുണ്ടെന്ന് മേലാൽ പറയരുത്. കാരണം അവന് തന്ത്രങ്ങളാണുള്ളത്. കാരണം തകർക്കപ്പെട്ടവനാണ്. കർത്താവിൻ്റെ കാൽവരി ക്രൂശിൽ വെച്ച് പിശാചിൻ്റെ തല തകർന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഫെയ്ത്തിലൂടെ നമ്മൾ നോക്കുമ്പോൾ സാത്താന് ശക്തിയല്ല ഉള്ളത്, അവന് കുതന്ത്രങ്ങളാണ്. അത് ഈവൻ ഏദൻ തോട്ടത്തിൽ വെച്ചും നമ്മൾ കാണുന്ന അവൻ്റെ കുതന്ത്രങ്ങളാണ്. അപ്പോൾ ഈ കുതന്ത്രങ്ങൾ എതിർക്കാൻ കഴിയേണ്ടതിന്, അല്ലെങ്കിൽ തന്ത്രങ്ങൾ എതിർക്കാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. അപ്പോൾ ഇതിനകത്ത് പറയുന്ന പോരാട്ടം ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. അപ്പോൾ ഇതാണ് പോരാട്ടം. പോരാട്ടത്തിൽ ആരോടൊക്കെയാണ്? വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും. ഇതെന്താണെന്ന് കാണുന്നതിന് മുമ്പ് നമുക്ക് ആയുധങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഒരു സാത്താനെ പുറത്താക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിരിക്കുന്ന ഈ കോട്ടയം ജില്ലയിൽ പത്തനംതിട്ട ജില്ലയുടെ മുകളിലുള്ള അന്ധകാര ശക്തിയെ പുറത്താക്കണമെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ ആയുധങ്ങൾ? കർത്താവ് പറഞ്ഞു, ഉപവാസത്താലും പ്രാർത്ഥനയിലും അല്ലാതെ ജാതി നീങ്ങിപ്പോവുകയില്ല. അപ്പോൾ അതൊരായുധമാണ് ഉപവാസം. പിന്നെ വിശ്വാസത്തോടെ ശാസിക്കണം, ബന്ധനം അഴിച്ച് പ്രാർത്ഥിക്കണം. കേട്ടിട്ടുണ്ടാവില്ല ഇതൊക്കെ? അപ്പോൾ ഇതൊക്കെയാണ് ആയുധങ്ങൾ. പിന്നെ യേശുവിൻ്റെ രക്തം ജയം എന്ന് പറയണം. അപ്പോൾ യേശുവിൻ്റെ രക്തത്തെ കോട്ട് ചെയ്യണം. ഇതെല്ലാം നമ്മൾ ആയുധങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, സാത്താനെ ജയിക്കാൻ വേണ്ടി യേശുവിൻ്റെ രക്തത്താലുള്ളൊരു സാക്ഷ്യം അപ്പോസ്തലന്മാർ പറയുന്നതായിട്ട് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ആയുധങ്ങൾ അതൊന്നുമല്ല. തന്ത്രങ്ങൾ എതിർക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്തൊക്കെ ആയുധങ്ങൾ നോക്കി? അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചു സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം നിങ്ങളുടെ കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും ഇത് ദുഷ്ടൻ്റെ തീമ്പുകളൊക്കെ കെടുക്കുവാൻ തക്കതായി വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പിൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവിൻ. സകല പ്രാർത്ഥനയിലെ യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിൻ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ ആത്മീക ആയുധങ്ങളും നമ്മുടെ ആത്മീക ജീവിതത്തിൽ നമ്മൾ അനുദിനം പ്രയോഗിക്കുന്ന കാര്യങ്ങളാണ്. അനുദിനം പ്രയോഗിക്കുന്ന കാര്യങ്ങളാണ്. അതായത് പ്രാർത്ഥന, വിശ്വാസം, സത്യം, ഇതെല്ലാം നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പോരാട്ടം എന്തിനോടാണ്? പോരാട്ടം നമ്മൾ വളർന്ന കോഴികളോടോ നമ്മുടെ പറമ്പിനോടോ അല്ല, ഫെയ്ത്തിനോടാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തോട്, ആത്മീക ജീവിതത്തോടാണ് പോരാട്ടം. ആ പോരാട്ടം എവിടെ നിന്ന് വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉയരങ്ങളിൽ നിന്ന് വരുന്നു. അതെന്താണ് ഉയരങ്ങളിൽ നിന്ന് വരുന്ന പോരാട്ടം? നമ്മൾ നടക്കുന്ന നടപ്പിനെതിരായൊരു നടപ്പാണ് ലോകം നടക്കുന്ന നടപ്പ്. അത് എഫേസ്യർ 2 പറയുന്നുണ്ട്. എന്താണ് ഈ ആകാശത്തിലെ ശക്തികൾ എന്ന് വെച്ചാൽ? ആകാശത്തിലെ ശക്തികൾ എന്ന് പറയുന്നത് 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം പറയുന്നു, അവയിൽ നിങ്ങൾ മുൻപേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെ അനുസരിച്ച് വിടുന്നു. അപ്പോൾ ആകാശത്തിലെ അധികാരത്തിനും ഇവിടെ പറയുന്നുണ്ടോ? അന്ധകാരത്തിൻ്റെ അധിപതിയെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഇതാണ് നമ്മൾ പണ്ട് നടന്ന നടപ്പ്. ഈ പണ്ട് നമ്മൾ നടന്ന നടപ്പ് തന്നെയാണ് ഇന്ന് വിശ്വാസ ജീവിതത്തിന് തടസ്സം. അതിൻ്റെ കൂടെ ലോകത്തിൻ്റെ കാലഗതിയെക്കുറിച്ച് പറയുന്നുണ്ട്. ലോകത്തിൻ്റെ കാലഗതി എന്ന് പറയുന്നത് എന്താ? കാലം പോകുന്നതനുസരിച്ച് ലോകം മാറിക്കൊണ്ടിരിക്കുന്നു, സംസ്കാരം മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം ഹോമോസെക്ഷുവാലിറ്റി ഒക്കെ കടന്നു വന്നിരിക്കുന്നു. ഇതെല്ലാം ലോകത്തിൻ്റെ വ്യവസ്ഥയാണ്. ഭയങ്കര പോരാട്ടം. നമ്മൾ വിചാരിക്കുന്ന പോലെ ഇത് ചുമ്മാ ഒരു അമേരിക്ക നടന്നു, ഇന്ത്യ നടന്നു, അങ്ങനെ സംഭവങ്ങളല്ല ഇത്. ഇതെല്ലാം സാത്താൻ്റെ തന്ത്രങ്ങളിലൂടെ വരുന്ന ഭാഗമാണ്. ഈ ലോകത്തിൽ നമ്മൾ വിശുദ്ധരായി ജീവിക്കാൻ, വിശ്വസ്തരായി ജീവിക്കാൻ നമ്മൾ ഈ പോരാട്ടം, വിശ്വാസത്തിൻ്റെ പോരാട്ടം കഴിക്കേണ്ടത് ആവശ്യമാണ്. അതല്ലാതെ അപ്പുറത്ത് നിന്ന് വീട്ടിൽ നിന്ന് കൂടോത്രം ചെയ്യുന്നതിന് നേരിടുന്നതല്ല ഇത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ കാലഗതിയെ നേരിടാൻ വേണ്ടി അന്ധകാരത്തിൻ്റെ ശക്തികൾ ലോകത്തെ മുഴുവൻ ഭരിക്കുമ്പോൾ, ആ ഒരു ഫിലോസഫി ലോകം മുഴുവൻ സ്പ്രെഡ് ആകുമ്പോൾ, ക്രിസ്ത്യാനിറ്റി ഇല്ലാതായിക്കൊണ്ടിരിക്കുമ്പോൾ, ആ ക്രിസ്ത്യൻ മൊറാലിറ്റി തന്നെ അപ്രസക്തമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ വിശ്വാസത്തിൻ്റെയും എന്താ പറയുന്നത്, ഈ
സുവിശേഷത്തിൻ്റെയും ആയുധങ്ങൾ എടുത്തുകൊണ്ട് അതിനെതിരെ യുദ്ധം ചെയ്യുന്നൊരു ലൈഫ് ജീവിക്കുക ചെയ്യുന്നത്. അപ്പോൾ പോരാട്ടം ശരിക്കും നമ്മൾ ജഡരക്തങ്ങളോടല്ല, നമ്മുടെ ജഡത്തോട് പോലല്ല, നമ്മുടെ വിശ്വാസത്തോടാണ്. അതാണ് ഈ വാക്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്. നമ്മൾ അന്ധവിശ്വാസികളാകാതെ സത്യവിശ്വാസത്തിന് വേണ്ടി പോരാടുക. അതാണ് പൗലോസ് പറയുന്നത്, നല്ല പോർ പൊരുതി വിശ്വാസം കാത്തു നീതിയുടെ കിരീടം. അപ്പോൾ ആ ഒരു യാത്രയിലാണ് ഈ പോരാട്ടം. അത് തന്ത്രങ്ങളോടാണ്. ഇത് നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മൾ നാട് നീളെ നടന്ന് ശാസിക്കുന്നവരായിട്ട് മാറും. എന്നാൽ ശാസിച്ചത് പോകുമോ? എത്ര ആൾക്കാരാണ് ഡൽഹിയിൽ പോയി ശാസിച്ചത്, എത്ര ആൾക്കാരാണ് തിരുവനന്തപുരത്ത് പോയി ശാസിച്ചത്? അതിൻ്റെ ശക്തി കൂടിക്കൂടി വരുന്നതല്ലാതെ ഇത് കുറഞ്ഞു വരുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. കാരണം സാത്താന് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു ടൈമുണ്ട്. ആ ടൈം വരെ അവൻ അങ്ങനെ സഞ്ചരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. നമ്മളതിനെക്കുറിച്ച് ബോധവരാണ്ട് അവൻ നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിക്കുന്ന തന്ത്രങ്ങളെക്കുറിച്ച് മാത്രം ബോധവരായിരുന്നാൽ മതി. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ജാഗ്രതയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ജീവിക്കുവാനുള്ള കൃപ ദൈവം നൽകുമാറാകട്ടെ. വീണ്ടും നമുക്ക് കാണാം. ഗോഡ് ബ്ലെസ് യു. ക്രൂശിലെ ദിവ്യസ്നേഹം ഓർക്കുമ്പോൾ എങ്ങനെ ഞാൻ മൗനമായിടും? എന്നാഥൻ എനിക്കായി സഹിച്ചതാ കഷ്ടതകളെങ്ങനെ മറന്നിടും? ക്രൂശിലെ ദിവ്യസ്നേഹം ഓർക്കുമ്പോൾ എങ്ങനെ ഞാൻ മൗനമായിടും? എന്നാഥൻ എനിക്കായി സഹിച്ചതാ കഷ്ടതകളെങ്ങനെ മറന്നിടും? വർണ്ണിക്കും ആ ദിവ്യ സ്നേഹത്തെ ആയുസ്സിൻ ദിനമൊക്കെയും, വർണ്ണിക്കും ആ ദിവ്യ സ്നേഹത്തെ ആയുസ്സിൻ ദിനമൊക്കെയും. ക്രൂശിലെ ദിവ്യ സ്നേഹം ഓർക്കുമ്പോൾ എങ്ങനെ ഞാൻ മൗനമായിടും? എന്നാഥൻ എനിക്കായി സഹിച്ചതാ കഷ്ടതകളെങ്ങനെ മറന്നിടും?